സുഹൃത്തുക്കളെ, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞൊരു കാര്യമുണ്ട്. അതിനെപ്പറ്റി പറയാൻ തന്നെയാണ് ഇന്നും വന്നിരിക്കുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദീപക് ഷിംജിത വിഷയം. നമുക്കറിയാം, ദീപകിനെ കൊന്ന ഷിംജിത എന്ന് പറയുന്ന ആ മോളെ ഇപ്പോൾ ജയിലിനുള്ളിൽ തന്നെ ഇട്ടിരിക്കുകയാണ്. അവൾ കൊടുത്ത ജാമ്യാപേക്ഷയെല്ലാം നമ്മുടെ ബഹുമാനപ്പെട്ട നമ്മുടെ നീതിപീഠം തള്ളിയിരിക്കുകയാണ്. പോലീസ് സമർപ്പിച്ചിട്ടുള്ള റിമാൻഡ് റിപ്പോർട്ടിന്റെ ഫലമായിട്ടാണ് ഈ പറയുന്ന ഒരു അതിജീവിത എന്ന് പറയാൻ വേണ്ടിയിട്ട് വന്ന ഷിംജിതയുടെ ജാമ്യാപേക്ഷ കോടതി തള്ളിയത്. അപ്പോൾ ആ ഒരു റിമാൻഡ് റിപ്പോർട്ടിൽ ഗുരുതര ആരോപണങ്ങളാണ് പോലീസ് കൊടുത്തിട്ടുള്ളത്, അല്ലെങ്കിൽ അവർ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അവർ പറഞ്ഞത് ദീപകിനെ കൊല്ലണമെന്നുള്ള ഉറച്ച ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ഷിംജിത എന്ന് പറയുന്ന ഈ ഒരു വ്ളോഗർ താത്ത ആ വാഹനത്തിലേക്ക് കയറിയതെന്നും ആ വാഹനത്തിൽ കയറിയിട്ട് ഈ തോന്നിവാസം കാണിച്ചതെല്ലാം അതിന്റെ പേരിൽ തന്നെയാണെന്നുമൊക്കെയാണ് പോലീസ് റിമാൻഡ് റിപ്പോർട്ടിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അവിടെ തന്നെ നമുക്കൊരു കാര്യം ഉറപ്പായി, പോലീസുകാർ ഈ പണിക്കിറങ്ങി നിൽക്കുന്നത് വെറുതെ ഒരു എന്താ പറയുക, അവരുടെ ടൈം പാസിന് വേണ്ടിയിട്ടല്ലല്ലോ. കേസും കാര്യങ്ങളും കണ്ടുപിടിച്ച് അതിന് ശിക്ഷിക്കപ്പെടേണ്ടവരാരാണോ അവരെ ശിക്ഷിക്കാൻ വേണ്ടി തന്നെയാണ് അവർ കാക്കി അണിയുന്നത്. അപ്പോൾ അവർക്കറിയാം എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നുള്ളത്. എന്നാൽ പോലീസിനെയും നമ്മുടെ നാട്ടിലെ നീതിന്യായ വ്യവസ്ഥയൊക്കെ ചോദ്യം ചെയ്യുന്ന രീതിയിലാണ് നമ്മുടെ നാട്ടിലെ കുറച്ച് ഫെമിനിസ്റ്റുകൾ ഇപ്പോൾ ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. ഇത് ഫെമിനിസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്, അല്ലെങ്കിൽ ആരാണ്? സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് മറ്റുള്ളവരുടെ കഞ്ഞിയിൽ പാറ്റ വാരിയിടുന്ന, അല്ലെ കഞ്ഞിയിൽ മണ്ണ് വാരിയിടുന്ന ആളുകളാണോ ഈ ഫെമിനിസ്റ്റുകൾ? അല്ലെങ്കിൽ പുരുഷന്മാരോട് കടുത്ത വിരോധമുള്ള, പുരുഷന്മാരെ എവിടെ കണ്ടാലും തല്ലിക്കൊല്ലണമെന്ന് വിചാരിച്ചുകൊണ്ട് നടക്കുന്ന അങ്ങനെയുള്ള ആളുകളാണോ ഫെമിനിസ്റ്റുകൾ? സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് സ്ത്രീ പക്ഷത്ത് നിന്ന് സംസാരിക്കാൻ ആരാണോ നിൽക്കുന്നത് അവരെ നമുക്ക് ഫെമിനിസ്റ്റ് എന്ന് വിളിക്കാം. എന്നാൽ സ്ത്രീ കാണിക്കുന്ന തോന്നിവാസങ്ങളെയും തന്തയ്ക്ക് പിറക്കഴിയുകയും എല്ലാം അംഗീകരിച്ചുകൊണ്ട് സ്ത്രീകളാണ് നല്ലത്, മോശക്കാരായിട്ടുള്ളതെല്ലാം പുരുഷന്മാരാണെന്ന് പറയുന്ന ആളുകളെ നമ്മൾ ഏത് പേരിൽ വിളിക്കണം? അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് ആളുകളുടെ കൂട്ടമാണ് ദീപക് വിഷയത്തിൽ, ഷിംജിതയുടെയും ദീപകിൻ്റെ വിഷയത്തിൽ പ്രതികരിക്കുന്നത്. അപ്പോൾ അതിൽ ഞാൻ കഴിഞ്ഞ ദിവസം മൈൽ സ്റ്റോൺ മേക്കേഴ്സ് എന്ന് പറയുന്നൊരു ചാനലിൽ ഈ ഐശ്വര്യ രാധാലക്ഷ്മി, അങ്ങനെ എന്തോ ആണ് ഫെമിനിസ്റ്റിയുടെ പേര്, പുള്ളിക്കാരി വന്നിരുന്ന വലിയ മെഴുകലും അതിൽ ആങ്കർ നല്ല രീതിയിൽ മറുപടി കൊടുക്കുക, റോഷൻ എന്നാണ് തോന്നുന്നു പയ്യൻ്റെ പേര്, തിരിച്ച് നല്ല മറുപടി കൊടുക്കുന്നു. ആ വീഡിയോ വലിയ വൈറലായി. എന്നാൽ ആ വീഡിയോ അവർ റിമൂവ് ചെയ്തിരിക്കുകയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവരുടെ ആ ഒരു ചാനലിൽ ഞാൻ നോക്കുമ്പോൾ കാണാനില്ല. അതായത് ആണുങ്ങൾക്ക് വേണ്ടിയിട്ട്, ആണുങ്ങളെ കൊല്ലാൻ വേണ്ടിയിട്ട്, അതിന് വേണ്ടിയിട്ട് സ്ത്രീകൾ ഫെമിനിസ്റ്റ് എന്ന് പറയുന്നൊരു പട്ടവും ചാർത്തിക്കൊണ്ട് ഓരോ മാധ്യമങ്ങളുടെ മുൻപിൽ വന്നിരുന്നുകൊണ്ട് പറയുന്ന കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞാൽ തൊലി ഉരിഞ്ഞു പോകും. അതായത് ഒരാളെ കൊലപ്പെടുത്തി, അതാരെയാണ് കൊലപ്പെടുത്തിയത്? ദീപകിനെ കൊലപ്പെടുത്തി ഒരു പ്രേരണാ കുറ്റമാണ്, അല്ലെ ദീപകിനെ കൊലപ്പെടുത്താൻ കാരണമായത് ഈ ഷിംജിതയുടെ ഈ ഒരു വീഡിയോ ആണ്. അപ്പോൾ അങ്ങനെ ആവശ്യമില്ലാത്ത പരാമർശം കാരണം അയാളുടെ മനം തൊന്ന് അയാൾ ആത്മഹത്യ ചെയ്തിട്ടും അയാളുടെ ആത്മാവിന് പോലും ശാന്തി കിട്ടാത്ത, അല്ലെങ്കിൽ അയാളുടെ ആത്മാവിനെ പോലും വെറുതെ വിടാത്ത കുറച്ച് ഫെമിനിസ്റ്റുകളുടെ ചിന്തകളാണ് ഇവിടെ ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദീപക് മരിക്കേണ്ടവൻ തന്നെയായിരുന്നു. അയാളുടെ ഉള്ളിലുള്ള കുറ്റബോധം കാരണമാണ് അയാൾ ആത്മഹത്യ ചെയ്തത്. അയാൾ ചെയ്തത് തെറ്റ് തന്നെയാണ്. അയാൾ ആ പെൺകുട്ടിയുടെ മാറിടത്തിൽ കൈകൊണ്ട് ഇങ്ങനെ തലോടി സ്പർശിച്ച് അയാളുടെ സ്പർശന സുഖം ഏൽക്കുന്നുണ്ടായിരുന്നു എന്നാണ് ഈ ഫെമിനിസ്റ്റുകൾ പറയുന്നത്. അയാളുടെ കൈമുട്ടുകൊണ്ട് ആ മാറിടത്തിലേക്ക് ഇങ്ങനെ തട്ടി. ആ പെൺകുട്ടി, ഷിംജിത എന്ന് പറയുന്ന ആ കുലസ്ത്രീ, ഇങ്ങനെ തള്ളിപ്പിടിച്ചൊന്നും ചെന്നിട്ടില്ല, അയാൾ ഇങ്ങോട്ട് കയറി വന്ന് മുട്ടിയതാണ്. ഇങ്ങനെയുള്ളവന്മാരുടെയൊക്കെ, അല്ലെ ഇങ്ങനെയുള്ള വേന്ദ്രന്മാരുടെയൊക്കെ ഏറ്റവും വലിയ ഉടായ്പകളാണ് ബാഗ് എടുക്കുക, ഫോണ് പോക്കറ്റിൽ നിന്ന് എടുക്കുക, സ്ത്രീകളെ എങ്ങനെ കിട്ടിയാലും തോണ്ടുക. ഇതൊക്കെ ഇവരുടെ ഒരു ലൈംഗിക ദാരിദ്ര്യമാണെന്നാണ് ഫെമിനിസ്റ്റുകൾ പറയുന്നത്. അയാൾ കല്യാണം കഴിഞ്ഞ അയാൾക്ക് ഒരു കുഞ്ഞുണ്ട്, അതൊരു മാനദണ്ഡമല്ല. പക്ഷേ എന്നിട്ടും അയാൾ മരണപ്പെട്ടിട്ടും അയാളെ കുറ്റം പറയാൻ വേണ്ടി ഇരിക്കുന്ന ഒരു കൂട്ടം ആളുകൾ. ഇതിന്റെ കൂട്ടത്തിൽ മൂക്കിന് താഴെ മീശ വെച്ച ഒരു ശിഖണ്ഡിയുണ്ട്. അവനെ അങ്ങനെ തന്നെ വിളിക്കണം, ചെകുത്താൻ എന്നാണ് അവൻ്റെ പേര്. അവൻ്റെ പല കാര്യങ്ങളും നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്, നല്ല കാര്യങ്ങൾ പറയുമ്പോൾ നല്ലതെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ തോന്നിവാസത്തിനൊപ്പം ഇവനും കൂട്ടുപിടിക്കുകയാണ്. ഇവൻ പറയുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ബസ്സിൽ കയറി ദീപക് കാണിച്ചത് വൃത്തികെട്ട പരിപാടിയാണെന്നൊക്കെയാണ്. അപ്പോൾ അതിൽ ഒരു കമൻറ്റ് ഇന്നലെ വന്നിരിക്കുന്ന പോസ്റ്റാണ്. അതിൽ പറയുന്നത് ഇങ്ങനെയാണ്: എല്ലാവരും പറയുന്നു ഇയാൾ വളരെ മാന്യനായ ഒരു വ്യക്തിയാണെന്ന്. അത്രയ്ക്കും മാന്യനായ ഒരു വ്യക്തിക്ക് എങ്ങനെ തൻ്റെ കൈ തൊട്ടുപുറയിൽ നിൽക്കുന്ന പെൺകുട്ടിയുടെ മാറിടത്തിൽ തട്ടുമ്പോൾ ഒന്നും അറിയാത്ത പോലെ നിൽക്കാൻ കഴിയുന്നു? എന്തുകൊണ്ട് അയാളിൽ ഒരു റിയാക്ഷനും ഉണ്ടാക്കുന്നില്ല? ഒരു റിഫ്ലെക്സ് ആക്ഷൻ എന്ന് പറയുന്നത് പോലെ ഒരു ഞെട്ടൽ പോലും ശരീരത്തിൻ്റെ ഒരു ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല? വളരെ മാന്യനെന്ന് എല്ലാവരും പറയുന്ന ഈ മനുഷ്യൻ അവരോടൊരു സോറി പോലും പറയുന്നില്ല. അത് എന്തുകൊണ്ടായിരിക്കും? മാന്യത ഇല്ലാത്തത് കൊണ്ടോ, അതോ മാന്യത അർഹിക്കാത്തത് കൊണ്ടോ, അതോ പുറകിൽ നിൽക്കുന്നത് മാന്യല്ല ഷിംജിത ആയതുകൊണ്ടാണോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ചെകുത്താൻ ഈ ഒരു പോസ്റ്റ് പങ്കുവച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പോസ്റ്റിൽ ചെകുത്താൻ ചോദിക്കുന്നത്, എന്തുകൊണ്ട് ദീപക് സോറി പറഞ്ഞില്ല, എന്തുകൊണ്ട് ദീപക് എന്ന് തിരിഞ്ഞു നോക്കിയില്ല എന്നാണ്. നമുക്കറിയാം, ഒരു ബസ്സിൽ നമ്മൾ പോകുമ്പോൾ, അത് നമ്മുടെ കേരളത്തിലെ റോഡിൽ കൂടി പോകുന്ന ബസ്സൊക്കെ ആണെങ്കിൽ നമ്മുടെ റോഡിലെ ഒരു തിരക്കൊക്കെ നമുക്കറിയാം. ഒരു ബസ് ഒരു സമയം അത് നിശ്ചിത സ്ഥലത്ത് ചെല്ലുമ്പോൾ മാത്രമല്ല ബ്രേക്ക് ഇടുന്നത്. ട്രെയിൻ പോലെ അല്ലല്ലോ ബസ്. എവിടെയൊക്കെ ആളുകൾക്ക് ഇറങ്ങണോ അവിടെയൊക്കെ ബ്രേക്ക് ഇടും. എന്തൊക്കെ പ്രതിസന്ധികൾ മുന്നിൽ കണ്ടാലും അവിടെയൊക്കെ ബ്രേക്ക് ഇടും. ഈ സമയങ്ങളിലൊക്കെയും ബസ്സിൽ നിൽക്കുന്ന ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആടി ഉലഞ്ഞ് കൈ അവിടെ ഇവിടെയൊക്കെ തട്ടിയെന്നിരിക്കും. അങ്ങനെ തട്ടിയതിനെ മറ്റേ അർത്ഥം വെച്ചുകൊണ്ട് വന്നിട്ട് ന്യായീകരിക്കാൻ എങ്ങനെടാ ചെകുത്താനെ സാധിക്കുക? നിന്റെ അച്ഛൻ ചെകുത്താനാണോ?
നീ ചെകുത്താനുണ്ടായവനാണോ? അതോ നിന്റെ പേര് പോലെ തന്നെ നീ ചെകുത്താനുണ്ടായവനാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഇങ്ങനത്തെ തോന്നിവാസങ്ങളൊക്കെ വിളിച്ചു പറയാം. ആണുങ്ങളുടെ കൂട്ടത്തിൽ മൂക്കിന് താഴെ മീശ വെച്ച് നടക്കരുതെടാ. ശിഖണ്ഡിയാണെങ്കിൽ അങ്ങനെ നടക്കണം. അല്ലെ മറ്റേന്തെങ്കിലും ആണെങ്കിൽ ആണും പെണ്ണും കെട്ടവനാണെങ്കിൽ അത് ആ രീതിയിൽ നടക്കണം. ഇത് മൂക്കിന് താഴെ മീശയും വെച്ചുകൊണ്ട് ആണുങ്ങളെ പറയിപ്പിക്കാൻ വേണ്ടിയിട്ട് നിന്നെയൊക്കെ എവിടുന്ന് ഉണ്ടായതാണോ എന്തോ ഇവനൊക്കെ. പിന്നെ വീണ്ടും ഒരു പോസ്റ്റ് അവൻ ഇട്ടിട്ടുണ്ട്. അതിൽ പറയുന്നത് ഇങ്ങനെയാണ്: ഇങ്ങനെ ബസ്സുകളിലും പൊതുസ്ഥലങ്ങളിലും തട്ടിയും മുട്ടിയും ഉരസിയും പിടിച്ചും വലിച്ചും നടക്കുന്ന സ്ത്രീകളും പുരുഷന്മാരും ഒരുപോലെ പ്രതികരിക്കേണ്ടതിന്റെ ആവശ്യം അവർ ഏത് സമയത്തായിരിക്കും പ്രായപൂർത്തിയാകാത്ത കുട്ടികളുടെ നേരെയും ഇതുപോലെയുള്ള തട്ടലും മുട്ടലും നടക്കുന്നതെന്ന് നമുക്കറിയാൻ സാധിക്കില്ല. ചെറിയ കുട്ടികൾക്ക് ഇത്തരം മുട്ടൽ ജീവിതകാലം മുഴുവൻ ഒരു ട്രോമ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് മുൻപ് അനുഭവമുള്ളവർ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അതേ അനുഭവം ഇനിയും മറ്റു കുട്ടികൾക്ക് ഉണ്ടാവരുതെന്ന് ആഗ്രഹിക്കുന്ന ആരും ഇത്തരം വിഷയങ്ങൾ അഡ്രസ്സ് ചെയ്യാൻ മടിക്കുകയില്ല. അതുകൊണ്ട് ഒരു സ്ത്രീയും ക്യാമറ താഴ്ത്തി വെക്കണമെന്നില്ല, സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇടരുതെന്നേ ഉള്ളൂ. ഇങ്ങനെയുള്ളവരെ കണ്ടാൽ അവർ തട്ടുന്നതും മുട്ടുന്നതും ക്യാമറയിൽ പകർത്തി പോലീസിനെ ഏൽപ്പിക്കേണ്ടതാണ്. അത്തരം കേസുകളുടെ എണ്ണം കൂടുമ്പോൾ കോടതി വേണ്ട നടപടികൾ സ്വീകരിക്കും. അതല്ല, ആരും മിണ്ടാതെ ഇരുന്നാൽ ഒന്നും സംഭവിക്കുകയില്ല. ഇത് തുടർന്നുകൊണ്ടേയിരിക്കും. കോടതിയുടെ മുൻപിൽ പരാതികൾ കൂമ്പാരമാവണം, അല്ലാതെ ഇതിൻ്റെ അവസാനം ഉണ്ടാവുകയില്ല. ഷിംജിത ഒരു തുടക്കമാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ്. പിന്നെ ഇവൻ വേറൊരു വൃത്തികെട്ട പോസ്റ്റ് ഓൾറെഡി 2-3 ദിവസങ്ങൾക്ക് മുൻപിട്ടിട്ടുണ്ട്. എനിക്ക് തോന്നുന്ന ആളുകളെല്ലാം കൂടി ചീത്ത വിളിച്ചത് കൊണ്ടായിരിക്കണം ആ പോസ്റ്റ് മാറ്റി, അല്ലെങ്കിൽ ആ പോസ്റ്റിൻ്റെ അപ്പുറത്തേക്ക് വീണ്ടും അവൻ വേറെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അവന് തന്നെ അറിയില്ല എന്താണ്. എല്ലാ കഞ്ചാവും MDMA ഒക്കെ അടിച്ച് കയറ്റിയിട്ടിരുന്ന് സംസാരിക്കുന്നതായിരിക്കും അന്ന് നമുക്ക് അനുമാനിക്കാം. കാരണം ഇവനെ പോലെയുള്ളവന്മാർക്കൊക്കെ അതൊക്കെ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ ഞാൻ ഒരു ഓഡിയോ നിങ്ങളെ കേൾപ്പിച്ചു തരാം. അതായത് എൻ്റെ ഒരു അനിയത്തിക്കുട്ടിയാണ്, കീതു എന്നാണ് ആളുടെ പേര്. എൻ്റെ അടുത്തൊരു വോയിസ്, എനിക്കൊരു മെസ്സേജ് ഇട്ടു. ഞാൻ ഈ ദീപക്കിൻ്റെ വിഷയം പറഞ്ഞപ്പോൾ എനിക്കിട്ടൊരു മെസ്സേജാണ്. ആ മെസ്സേജിൻ്റെ ഓഡിയോ ഞാൻ നിങ്ങളെ കേൾപ്പിച്ചു തരാം. അത് കേട്ടിട്ട് നമുക്ക് ബാക്കി വീഡിയോയിലേക്ക് വരാം. വീഡിയോ എടുത്ത് വെച്ചാൽ പോലെ അവരെ പോലെ ഞാനും വിശ്വസിക്കില്ല പെൺകുട്ടികളെ പോലെ. പിന്നെ ഇപ്പം ഈ ദീപക് എന്ന് പറയുന്ന ആള് മരിച്ചപ്പോൾ ഞാനിതിൽ ഫുള്ളി യോജിക്കില്ല ചേട്ടാ. കാരണം അതിന് വേറൊരു കാര്യം കൂടിയിട്ട്, ഒരാണിന് ഇപ്പം ഇങ്ങനെ ഒരു ഫേക്ക് ന്യൂസ് കാരണം ഇങ്ങനെ സംഭവിച്ച് അപ്പം അയാൾക്ക് അയാളുടെ ജീവൻ പോയി എന്നുള്ളതിന് ഇത്രയും ഇവിടെ കിടന്ന് തുള്ളുണ്ടെന്ന് വെച്ചാൽ ഇത്രയും കാലം പെൺകുട്ടികളെ അനുഭവിച്ച് വന്നതിന് ഒരാളും ഇപ്പം ഞാനൊരു പോസ്റ്റൊക്കെ കണ്ട് ബസ്സിൻ്റെ ഫ്രണ്ടിൽ റീച്ച് ഉണ്ടാക്കാൻ വരുന്ന പെൺകുട്ടികൾക്ക് പ്രവേശനമില്ല. അത് വളരെ മോശമായിട്ടുള്ള രീതിയിലാണ് എഴുതി വെച്ചിട്ടുള്ളത്. റീച്ച് ഉണ്ടാക്കാൻ വേണ്ടി വരുന്ന എന്തൊക്കെയോ പറഞ്ഞിട്ട് സംതിങ് ലൈക്ക് ദാറ്റ്, പ്രവേശനമില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. ഇതുവരെ ഞാനൊരു ബസ്സിലും എന്താ പറയുക, പെൺകുട്ടികളുടെ ദേഹത്ത് തൊടുകയും പിടിക്കുകയും ചെയ്യണ ഞരമ്പന്മാർക്ക് ഈ ബസ്സിൽ പ്രവേശനം ഇല്ല എന്നുള്ള പോസ്റ്റോ അല്ലെങ്കിൽ ഇതൊന്നും ഞാൻ കണ്ടിട്ടില്ല. പിന്നെ ഇവര് ഓവർ ഹൈപ്പ് കൊടുക്കുന്ന കാര്യം എന്ന് വെച്ചാൽ ഒരാൾ ചെയ്തു എന്ന് വെച്ചാൽ എല്ലാവരും അങ്ങനെയല്ല. ഇതില് ശരിക്കും അനുഭവിക്കുന്നവരും ഉണ്ട്. അവർക്കും കൂടി നീ പെണ്ണിട്ട് പണി മേടിച്ച് തരണതേ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പോ ഇങ്ങനെ വേറൊരു സ്ഥലത്ത് സംഭവിച്ചൊരു തെളിവിന് വേണ്ടി എടുത്തു വെച്ച് നോക്കി അതപ്പോഴും ആൾക്കാർ പറയാൻ തൊട്ടെന്നറിയ ഈ കേസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പറയും. കണ്ടില്ലേ, വളരെ സത്യസന്ധമായിട്ടുള്ള കാര്യം തന്നെയാണ് ആ കുട്ടി എൻ്റെ അടുത്ത് പറഞ്ഞിരിക്കുന്നത്, അല്ലെ ആ കുട്ടി സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാനത് കേട്ട് നിങ്ങളെയും കൂടി കേൾപ്പിക്കണമെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ആ ഒരു ഓഡിയോ നിങ്ങളെ കേൾപ്പിച്ചത്. അതായത് ആ കുട്ടി പറയുന്നത്, ചേട്ടാ ഞാൻ ഇതിനോട് ശരിക്കും യോജിക്കുന്നില്ല. ദീപകിൻ്റെ വിഷയം വന്നപ്പോൾ ഇത്രയും വലിയ ഹൈപ്പ് കൊടുത്തുകൊണ്ട് ഈ രീതിയിൽ ദീപകിന് വേണ്ടി അതിനോട് യോജിക്കുന്നില്ല എന്നല്ല, ദീപകിൻ്റെ വിഷയത്തിൽ ഇത്രയും ഹൈപ്പ് കൊടുക്കുന്നതിനോട് യോജിക്കുന്നില്ല എന്നാണ്. കാരണം ഈ നാട്ടിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന വിഷമങ്ങൾ, ബുദ്ധിമുട്ടുകൾ ഒരുപാടാണ്. ആ ഒരുപാട് വിഷമങ്ങൾക്കിടയിൽ ഒരൊറ്റപ്പെട്ട സംഭവമായിട്ടാണ് ഇതിനെ കാണുന്നതെന്നാണ് ആ കുട്ടി പറഞ്ഞത്. ഒറ്റപ്പെട്ട സംഭവം തന്നെയാണ്. അതിൽ നമ്മൾ പറയുന്ന, ആ കുട്ടി പറയുന്ന എല്ലാം വളരെ വ്യക്തമായിട്ടുള്ള കാര്യം തന്നെയാണ്. പക്ഷേ ഇപ്പോൾ ഈ ഒരു സമീപ കാലയളവിലായിട്ട് പുരുഷന്മാർക്കെതിരെ നടക്കുന്ന അതിക്രമങ്ങൾ വളരെയധികം കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ പ്രധാന കാരണവും അതിജീവിതയ്ക്ക് കൊടുക്കുന്ന പ്രൈവസി, അതിജീവിതയ്ക്ക് കിട്ടുന്ന പ്രിവിലേജുകളാണ്. ആ പ്രിവിലേജിനെ മുതലെടുത്തുകൊണ്ട് ഷിംജിത പോലെയുള്ള ആളുകൾ ചെയ്യുന്ന ചെറ്റത്തരങ്ങൾ, അത് തന്നെയാണ് ആ കുട്ടിയും പറയുന്നത്. ഈ ഷിംജിത കാണിച്ച പ്രവൃത്തി കാരണം നാളെ നമുക്ക് എന്തെങ്കിലും ഒരു ദുരനുഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരു വീഡിയോ എടുത്ത് പോലീസിനെ കാണിക്കാനോ അല്ലെങ്കിൽ ഒരു വീഡിയോ എടുത്തുകൊണ്ട് പ്രതികരിക്കാനോ നമുക്ക് സാധിക്കില്ല. അങ്ങനത്തെ രീതിയിലേക്ക് ഈ ഒരു രീതിയിൽ ഈ പെൺകുട്ടി അല്ലെങ്കിൽ ഈ ഷിംജിത എന്ന് പറയുന്നവൾ പരിപാടികൾ കാണിച്ചു. എന്തുകൊണ്ട് ഞരമ്പന്മാർക്കെതിരെ ആരും സംസാരിക്കുന്നില്ല എന്ന് ആ കുട്ടി ചോദിക്കുന്നുണ്ട്. വളരെ വസ്തുതാപരമായ കാര്യം തന്നെയാണ്. ഈ ഫെമിനിസ്റ്റുകൾ, അല്ലെ തീവ്ര ഫെമിനാസി സ്വഭാവമുള്ള കുറേ ആളുകൾ മാധ്യമങ്ങളിൽ വന്നിട്ട് ഇൻ്റർവ്യൂവിൽ ഘോര പ്രസംഗം നടത്തുമ്പോഴും ഇത്തരത്തിലുള്ള പോയിന്റുകളൊന്നും ഞാൻ കേട്ടില്ല. അങ്ങനെ ഒരാൾ ചോദിക്കാനായിട്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അവരെ പറയാം, അതാണ് യഥാർത്ഥ സ്ത്രീ. ഒരു സ്ത്രീയെ മനസ്സിലായിട്ടുള്ള, അല്ലെങ്കിൽ സ്ത്രീകളുടെ അനുഭവിക്കുന്ന വിഷമങ്ങൾ മനസ്സിലായിട്ടുള്ള ആളുകൾ എന്ന് അവരെ വേണമെങ്കിൽ പറയാം. ഈ ഫെമിനിസ്റ്റുകൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നവർക്ക് ഒരു തേങ്ങയും അറിയില്ല. വെറുതെ എന്തൊക്കെയോ വന്നിങ്ങനെ അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട്, അവരുടെ റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട്, അവർക്ക്
അവർക്ക് നല്ല രീതിയിൽ അറിയപ്പെടാൻ വേണ്ടിയിട്ട് ഫെയിമിന് വേണ്ടിയിട്ട് കാണിച്ചു കൂട്ടുന്ന കോപ്രായങ്ങളാണ് ഇതൊക്കെ. അങ്ങനെയുള്ള കോപ്രായങ്ങളും അപരാധങ്ങളും ഒക്കെയാണ് ഇതൊക്കെ. അപ്പോൾ അങ്ങനെയുള്ള ഫെമിനിസ്റ്റുകളാണ് ഈ പറയുന്ന ദീപക് വിഷയത്തിൽ കൂടുതൽ പ്രതികരിക്കുന്നത്. അത് മനസ്സിലായിട്ടുള്ള പെണ്ണിൻ്റെ മനസ്സ് മനസ്സിലായിട്ടുള്ള പെണ്ണുങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ മനസ്സിലായിട്ടുള്ള ആ ഒരു കുട്ടി തന്നെയാണ് കീത്തു എന്ന് പറയുന്ന ആ കുട്ടി എൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യം നിങ്ങൾക്കത് കേട്ടപ്പോൾ തന്നെ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാകും. അപ്പോൾ ഇങ്ങനെയും പ്രതികരിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. നമ്മൾ അതും മനസ്സിലാക്കണം. സ്ത്രീകൾ ചെയ്യുന്നതെല്ലാം തെറ്റെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ഇതൊരു പ്രിവിലേജ് ആയിക്കൊണ്ട് ഒരു മുതലെടുപ്പ് ആയിക്കൊണ്ട് ആണുങ്ങൾക്ക് മേൽ എന്ത് തോന്നിവാസം കാണിക്കാമെന്ന് ചിന്തിക്കുന്ന ചില ആളുകൾ, അത്തരത്തിലെ ആളുകൾക്കെതിരെയാണ് നമ്മളും സംസാരിക്കുന്നത്. ഈ വിഷയങ്ങളിൽ അവളെ പിന്തുണയ്ക്കുന്ന ചെകുത്താനടക്കമുള്ള ആണുങ്ങളുടെ കൂട്ടത്തിൽ നിന്നും മൂക്കിന് താഴെ മീശയും വെച്ചിട്ട് പെണ്ണുങ്ങളുടെ സ്വഭാവം കാണിക്കുന്ന ചെകുത്താനടക്കമുള്ള ആളുകൾ ഒന്ന് ചിന്തിക്കുക. ഈ നാട്ടിൽ നടന്ന കൊള്ളരുതായ്മകൾ കാരണമാണ് ആ പാവം പിടിച്ചവൻ്റെ ജീവൻ പോയത്. അതിലെന്തെങ്കിലും ലോജിക്ക് ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കാൻ സാധിച്ചിരുന്നെങ്കിൽ, അല്ലെങ്കിൽ നിനക്കൊക്കെ മനസ്സിലായതല്ല കാര്യങ്ങളെന്നുള്ളത് നീയൊക്കെ ആദ്യം മനസ്സിലാക്കുക. എന്തെങ്കിലും അതിൽ ലോജിക്ക് ഉണ്ടായിരുന്നെങ്കിൽ പോലീസ് അവളെ പിടിച്ച് അകത്തിടില്ല. റിമാൻഡ് റിപ്പോർട്ടിൽ ഇത്രയും കടുകട്ടി കാര്യങ്ങൾ അല്ലെങ്കിൽ ഇത്രയും ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ പോലീസ് എഴുതി ചേർക്കില്ല. അവളെ പുറത്തു വിട്ടേനെ. സ്ത്രീയാണ്, അതിജീവിതയാണ്, അവർക്ക് പ്രൈവസി വേണം, പോലീസ് പുറത്തു വിട്ടേനെ. എന്നാൽ കൃത്യമായിട്ടുള്ള തെളിവുകൾ കിട്ടിയതുകൊണ്ടാണ് എൻ്റെ പൊന്ന് ചെകുത്താനെ അവളെ പിടിച്ച് അകത്തിട്ടിരിക്കുന്നത്. ഇവിടെ ഈ കാണിച്ച തോന്നിവാസമാണെന്ന് എല്ലാവർക്കും അറിയാം. നമ്മുടെ വീടുകളിൽ, നമ്മുടെ അടുത്തുള്ള ആളുകൾ, നമ്മൾ മുന്നിൽ കാണുന്ന സ്ത്രീകൾ, അവരോടൊക്കെ ചോദിച്ചു നോക്ക്. എല്ലാവരും പറയും അവൾ കാണിച്ചത് ചെറ്റത്തരമാണ്, ആണുങ്ങൾക്ക് മേൽ എന്തും കാണിക്കാം എന്നുള്ള വൃത്തികെട്ട പരിപാടിയാണ് അവൾ കാണിച്ചതെന്ന് അവരും പറയും. അപ്പം അങ്ങനെയുള്ള ചെറ്റത്തരങ്ങൾക്കെതിരെ പ്രതികരിക്കുക തന്നെ വേണം. അതിനെ ഒരു ഫെമിനിസ്റ്റ് വന്നിട്ട് അവൾ ചെയ്തത് പുണ്യപ്രവൃത്തിയാണ്, ദീപക് മരിക്കേണ്ടവനാണ്, അവൻ ചത്തു പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കയ്യും കെട്ടി നോക്കിയിരിക്കാൻ പറ്റില്ല. ദീപകിനെ കൊന്നിട്ടും ദീപകിനെതിരെയുള്ള വിരോധം ഇങ്ങനെ ആഭാസത്തരമായിട്ട് ഇങ്ങനെ കയറി വരുമ്പോൾ അതൊരു വിരോധാഭാസമായിട്ട് നമുക്ക് തോന്നുന്നുണ്ട്. അങ്ങനെ നിങ്ങളുടെ വിരോധാഭാസത്തിനോ അല്ലെങ്കിൽ നിങ്ങളുടെ വിരോധത്തിനോ ഞങ്ങൾ ദീപകിനെ വിട്ടുതരില്ല. അയാൾക്ക് നീതി വേണം, കുടുംബത്തിന് നീതി വേണം, ഈ നാട്ടിലെ പുരുഷ ജനങ്ങൾക്ക് നീതി വേണം. അതുകൊണ്ട് തന്നെ നാളെ ഒരു ഷിംജിത ആവർത്തിക്കാൻ പാടില്ല. ഉള്ള നല്ല കാര്യങ്ങളൊക്കെ, അത് മീൻസ് തെറ്റ് അവർക്ക് ദുരനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവരത് പ്രതികരിക്കണം, അത് പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുക്കണം, മാധ്യമങ്ങളിൽ കൊടുക്കണം. എന്നാൽ അതൊരു പ്രതികരണവും ഇല്ലാതെ വെറുതെ ഒരു വീഡിയോ എടുത്ത് മാധ്യമത്തിൽ കൊടുത്തുകൊണ്ട് ഒരുത്തൻ്റെ ജീവൻ കുരുതിക്ക് കൊടുത്തതുപോലെ നാളെ ഒരിടത്തും ഉണ്ടാവാൻ പാടില്ല. അതുകൊണ്ട് എല്ലാ ആളുകളും സംഘടിതമായിട്ട് തന്നെ പ്രതികരിക്കും. റീച്ചിന് വേണ്ടിയാണ് ഷിംജിത ഇത് കാണിച്ചതെങ്കിൽ, റീച്ചിന് വേണ്ടി തന്നെയാണ് കാണിച്ചത്, ഞങ്ങൾ അവളെ നല്ല രീതിയിൽ റീച്ചിലാക്കും, അവൾക്ക് നല്ല റീച്ച് കൊടുക്കും. ഇനി അവൾക്ക് വേണ്ടി ആര് സംസാരിക്കാൻ വന്നാലും, അവൾക്ക് വേണ്ടി ആരൊക്കെ കേസ് കൊടുത്താലും ഒരു കോപ്പുമില്ല. ഇനിയും അവൾക്കെതിരെ തന്നെ സംസാരിക്കും, എത്ര ഫെമിനിസ്റ്റുകൾ വന്നാലും എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോയുടെ അവസാനിക്കുകയാണ്.